സൊപ്പു ഇനി ആ കഥയും കൂടി ഒന്ന് പറഞ്ഞാലോ? അതെ, ഒന്നും കൂടി തള്ളാൻ. നീ തള്ളി ഈ കട ഒരു വിധം പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം നമ്മുടെ വീട്ടിൽ അന്ന് ഈ പോത്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അതെന്താ പൊന്മുട്ടയിടുന്ന താറാവെന്ന് എഴുതാതിരുന്ന? പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറഞ്ഞിട്ടൊരു പൂര കമ്മിറ്റി പറ്റുമോ സൊപ്പു? പൊന്മുട്ടയിടുന്ന താറാവ് പൂര കമ്മിറ്റിയോ? കഷ്ടം. ചെറിയ കുട്ടിയാകുമ്പോ അത് ഉറപ്പില്ല, അത് വെറുതെ പറയട്ടെ. അതിന്റെ അച്ഛ തള്ളിയതാണോ സംശയട്ടെ. പണ്ട് മാമുക്കോയ പറയേണ്ടത് ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു, പക്ഷെ ഇപ്പൊ ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞു മാമുക്കോയ അന്ന് പറഞ്ഞത് എന്താണ് സംഭവിക്കുന്നത്? ഫേവറേറ്റ് അല്ലേ കുമ്പളപ്പം? ഏതാണ് ഈ സിനിമ? അയ്യോ പറയോ. ഞാൻ ഒക്ടോബറിൽ വന്നപ്പോഴും എടുത്ത് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കഴിഞ്ഞ 18 വർഷമായിട്ട് കാണാനാണ്. 2026 കോട്ട കഴിഞ്ഞു. ഇനി അടുത്ത വർഷം. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ? ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോ ഞാൻ ഇടണ്ടേ എന്ന് സംശയിച്ച് ഇടുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വീഡിയോകളിൽ ഒന്നായിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം നാളെ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് എടുത്ത് നോക്കണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ രസമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ എൻ്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും എൻ്റെ കുറേ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വന്നിരിക്കുന്നത് ചാലിശ്ശേരിയുള്ള മുല്ലയംപറമ്പത്ത് അമ്പലത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പൂരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് ചാലിശ്ശേരി എന്ന് പറയുന്നത്. മുല്ലയംപറമ്പത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ വന്നിട്ടുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ചാലിശ്ശേരി മുല്ലയംപറമ്പത്ത് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. മുല്ലയംപറമ്പത്ത് അമ്പലം നമ്മുടെ ധർമ്മദൈവമാണ് അച്ഛൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മുടെ തറവാട്ടിൽ അതിൻ്റെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൂരത്തിന് നമ്മുടെ പറയെടുക്കലും കാര്യങ്ങളും, പൂരം ജസ്റ്റ് മിസ്സായി. നമുക്ക് വേങ്ങശ്ശേരിക്കാവ് പൂരമാണ് കിട്ടിയത്. യെസ്. അപ്പം ഞങ്ങൾ എന്താ പറയുക, കുറേ ഓർമ്മകളുള്ളൊരു സ്ഥലമാണ്. ചെറുപ്പം ഈ പറഞ്ഞ പോലെ പറയെടുക്കുക, മുല്ലയംപറമ്പത്ത് അമ്പലത്തിലെ ഇത് കാര്യങ്ങൾ ഡെയിലി ഇത് കൂടെ സ്കൂളിലേക്ക് പോയിരുന്നത്. മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രൗണ്ട്. ഒരുവിധം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ടാവുക ഈ മുല്ലയംപറമ്പത്ത് ഗ്രൗണ്ടിൽ വന്നിട്ടാവും. ഇത് മെയിൻ ഫേമസ് ഫോർ എന്താണ്, ഡ്രൈവിംഗ് പഠിക്കാൻ. പണ്ട് അച്ഛൻ്റെ കൂടെ സ്റ്റിയറിങ് റെഡിയാക്കാൻ പഠിച്ച് അങ്ങനെ ലൈസൻസ് എടുത്തത് ബോംബെയിൽ നിന്നാണെങ്കിലും ഡ്രൈവിംഗ് ഞാൻ പഠിച്ചത് ഈ മുല്ലയംപറമ്പത്ത് അമ്പലത്തിൽ നിന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതെപ്പോഴും ഒരു ഓർമ്മയാണ്, അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ. യെസ് അല്ലേ. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിൽ വന്ന അധികം ഈ അമ്പലം പരിപാടികളാണ് നമ്മുടെ മെയിൻ. രാവിലെ ആയ ഒരു ദിവസം വേങ്ങശ്ശേരിക്കാവ്, ഒരു ദിവസം മുല്ലയംപറമ്പത്ത്. ഞാങ്ങാട്ടിൽ മാത്രം പോയിട്ട് കുറേ കാലമായിട്ടോ. പണ്ട് എപ്പോഴും ഞാങ്ങാട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാം. ഇന്നത്തെ എന്താ പരിപാടി ദൈവത്തിന് അറിയാം. പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ പൂരം ഫുൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. വെടിക്കെട്ടായാലും ആനപ്പൂരാണെങ്കിലും എല്ലാതും ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കാറ്. അതേപോലെ എക്സിബിഷൻസ്, ഫുട്ബോൾ, ഇപ്പോൾ അടുത്ത സരസ്മേള നടന്നതും ഇവിടെയാണ്. ഇപ്രാവശ്യത്തെ മഞ്ജു വാര്യർ മുതലുള്ള എല്ലാ സെലിബ്രിറ്റീസും വന്ന് പ്രോഗ്രാംസും AC സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. അത് കാണാൻ പറ്റിയില്ല, എനിക്ക് ശരിക്കും അത് മിസ്സായി. നമ്മുടെ അത്ര അടുത്ത് വന്നിട്ട് നമുക്കത് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതും ഗംഭീരമായിട്ട് നടന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇത് അത്യാവശ്യം ഫേമസ് ആണ്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതിനുശേഷം നമ്മളിതേ നമ്മുടെ റോട്ടിൽ കൂടെ, കോട്ടപ്പാട് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സമ്മറാണെങ്കിലും എന്തൊരു ഭംഗിയാണല്ലേ. കാരണം ഇടയ്ക്കിടയ്ക്ക് 1-2 മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ്. ബാക്കിയുള്ള പാടത്തൊക്കെ ഇങ്ങനെ തീയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്യാണ് കേട്ടോ. ഈ സ്ഥലം അറിയോ? ഇതാണ് നമ്മുടെ സിനിമയിലെ ഇതാണ് നമ്മുടെ മനസ്സിനക്കര സിനിമയിലെ ഷീലയുടെ ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ചെറിയൊരു വീട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണില്ലേ, അത് എക്സാക്റ്റ് ഈ സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ആ കാണുന്ന വീട് നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്ന വീടില്ലേ, അതാണ് ഷീലയുടെ വീടുണ്ടായിരുന്നു മനസ്സിനക്കരയിലെ. അതേപോലെ പൊന്തൻമാടയിലെ വീടില്ലേ, അതാ ഇവിടെ നിങ്ങൾ നോക്കി കാണല്ലേ. നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പറയാം ഇതാണ് ആ പാടം എന്ന്. ഇതാണ് നമ്മുടെ പാടാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട് അത് അവിടെ തന്നെയാണ്. 2026 കോട്ട കഴിഞ്ഞു. ഇനി അടുത്ത വർഷം. സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ ആ സിനിമ കൊണ്ടിട്ട് ഈ സ്ഥലം ഇത്രയും ഫേമസ് ആയിട്ടുണ്ടാവില്ല. ഇത് ഈ സ്വപ്നം തള്ളി പറഞ്ഞ് ഈ സ്ഥലം സിനിമയെക്കാട്ടിലും കൂടുതൽ ഫേമസ് ആയിരുന്നു. സിനിമ മഴവിൽ കാവടി, പൊന്മുട്ടയിടുന്ന താറാവ്, മനസ്സിനക്കരെ, പൊന്തൻമാട, പിന്നീട് സത്യനന്ദിക്കാടിന്റെ ഒരു വിധം തന്നെ പറയാം. എല്ലാ സിനിമകളും ഇതും ഇവിടെയും. പിന്നെ ബാക്കി ഷൊർണൂരാണ് ഷൂട്ട് ചെയ്യുക. ഇത് കുറച്ച് പോർഷൻ ഇവിടെ കിടക്കും, ബാക്കി പാട്ടിന്റെ പോർഷൻ ഷൊർണൂർ ഷൂട്ട് ചെയ്യും. അങ്ങനെ. സത്യനന്ദിക്കാട് കാണുന്നുണ്ടോ ഈ വീഡിയോ? സത്യം അല്ലേ, ആരെങ്കിലും അയച്ചു കൊടുത്ത് കണ്ടാൽ മതിയായിരുന്നു.
ബ്രാൻഡ് അംബാസിഡർ ആണ് ബ്രാൻഡ് അംബാസിഡറോ സത്യനന്ദിക്കാടിന്റെ സിനിമകളുടെ എല്ലാം. അതെ, ഇപ്പോഴും കണ്ടോ എന്ത് രസമാണ്. ഞാൻ ഒക്ടോബറിൽ വന്നപ്പോഴും എടുത്ത് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കഴിഞ്ഞ 18 വർഷമായിട്ട് കാരണമാണ്. വീഡിയോ എടുക്കാത്ത സമയത്ത് വരൂ നമുക്കൊരു സ്ഥലം പോവാം, എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അറിയും ഇതാണ് മനസ്സിനൊക്കെ. ആക്ച്വലി ഇവിടെ ഇത്രയും നൊസ്റ്റാൾജി ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് നമ്മുടെ പാടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഊർച്ച എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഊർച്ച അതായത് ഈ പോത്തിനെയും ഇതിനായിട്ട് മറ്റേ എന്താ പറയാ അങ്ങനെ കാള മത്സരല്ലേ, അപ്പൊ അതിങ്ങനെ കാണാൻ വരും. കാരണം നമ്മുടെ വീട്ടിൽ അന്ന് ഈ പോത്ത് ഉണ്ടായിരുന്നു. അതല്ല, അതന്നെയാണ് എപ്പോഴും ഫസ്റ്റ് കിട്ടുക. അപ്പൊ ഈ ഊർച്ച ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ വന്ന അന്നൊരു പൂളക്കിഴങ്ങ് ഇങ്ങനെ വേവിച്ചതും ഒരു ചട്നിയൊക്കെ കിട്ടും. അത് കാണാൻ ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ വരും. അപ്പൊ അത് ഇങ്ങനെ അതെനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്ത് രസമായിരുന്നു അറിയാം ആ ഊർച്ചയ്ക്ക് പോവാന്നുള്ളത്. എന്നിട്ട് ആ കാള നമ്മുടെ ഇതിന് പോത്തിനാണോ ഫസ്റ്റ് കിട്ടുക എന്നുള്ള ഒരിതും മെയിനായിട്ട് പൂളക്കിഴങ്ങ് കഴിക്കാനും. അപ്പോൾ അത് ഒക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു നൊസ്റ്റാൾജിയാണ് എനിക്ക് ഈ പാടം എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ അടിപൊളിയാണ്. ഇതിപ്പോൾ മെയിൻ എന്താ വെച്ചാൽ വെള്ളമൊക്കെ മഴക്കാലമാണ്. ഒക്ടോബറിൽ വന്നപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂടെ ഈ തോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇത് പോവും, അങ്ങനെ നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ എപ്പോൾ വരുമ്പോഴും രംഷേട്ടനെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. കണ്ടോ ഇതാണ്, പിന്നെ മനസ്സിനക്കരയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പാടം ഞാൻ വീഡിയോയിലെടുത്ത അത്രയും ഈ ലോകത്ത് ഒരാളും എടുത്തിട്ടുണ്ടാവില്ല. കാരണം 18 കൊല്ലമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യങ്ങളും വീഡിയോ എടുക്കുന്നത്. ഒരു സമ്മറിന്റെ ആയി പോയി ശരിക്കും. അത് ആ പച്ചപ്പിൽ എല്ലാ സീസണും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാ സീസണും കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. വെള്ളം വർഷക്കാലത്തൊക്കെ നമ്മൾ വർഷക്കാലം ഭയങ്കര ഭംഗി. പക്ഷെ വർഷക്കാലത്താകുമ്പോൾ നമുക്ക് അങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റില്ല, പാമ്പൊക്കെ ഉണ്ടെങ്കിലും. ഇതാകുമ്പോൾ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നലെ നല്ല മഴ പെയ്തു, സൂപ്പർ ഡ്യൂപ്പർ മഴ. എന്ത് മഴ പെയ്ത് കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് അറിയണ്ടാവും ആകെ ഇങ്ങനെ മഴ. പക്ഷെ അതിന് പകരം ഇന്നിപ്പോൾ ചൂടാവുമെന്ന് അറിയാം. ഓരോ പ്രാവശ്യം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സും ഇതുവരെ കാണാത്ത ആളുകളും ഒക്കെ ഇതിങ്ങനെ പുതിയതായിട്ട് കാണുമ്പോൾ ഈ ഒരു അറിവ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പിന്നെ ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെ കുറേ റീൽസ് എടുക്കാനും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കാൻ അവിടെ ഇങ്ങനെ കരിഞ്ഞ പോലെ ഉള്ള കാരണം വരണ്ട ഉണങ്ങിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. എന്താ വെച്ചാൽ ഈ ഒരു സമ്മർ ആകുമ്പോൾ നമ്മുടെ പാടത്ത് ഇങ്ങനെ തീ കൂട്ടിയിട്ടിട്ട് ഇതിങ്ങനെ കത്തിക്കും. കാരണം അത് കഴിഞ്ഞ് മുന്നേ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ വിഷു ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൃഷി തുടങ്ങൂല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പണ്ടൊക്കെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചില ഏരിയയിൽ അങ്ങനെ വരണ്ട പോലെയും ബാക്കി മഴ പെയ്തിട്ട് ചില ഏരിയയിലൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പുമായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് കുറേ പേര് അതിന് ഒരാൾ ഇതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വരണ്ട പാലക്കാട് എന്ന്. അപ്പം അല്ല, ഇതാണ് അതിൻ്റെ കാരണം. ഇതെന്താ അറിയോ, പച്ചമുളകിൻ്റെ ഹലുവ. ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കാൻ നല്ലൊരു ചീനിമുളകിൻ്റെ ഹലുവ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൂരം കഴിഞ്ഞാലും ഈ പൂരത്തിൻ്റെ വിഭവങ്ങളൊക്കെ രമേശേട്ടൻ ഓഫീസിൽ കൊണ്ടുപോകാനും മുംബൈക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും വാങ്ങിയതാണ്. വെള്ള 6 നമ്പർ, കറുത്ത 6 നമ്പർ. 6 നമ്പറിന് വേറെ എന്താ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ വക സാധനങ്ങളൊക്കെ. അതേപോലെ ഹൽവ. ഈ ഹലുവ അടിപൊളി, കോഴിക്കോട് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കോഴിക്കോടൻ ഹലുവയാണ്. എന്തൊരു ടേസ്റ്റ് അറിയോ. അരിയുടെ ഹലുവയും അതുപോലെ ഈ ഒരു കോഴിക്കോടൻ ഹലുവ, ഗോതമ്പിൻ്റെ ഹലുവ മസ്റ്റ് ട്രൈ ആട്ടോ. ഗോതമ്പ് ഹലുവ എന്തൊരു ടേസ്റ്റാണ്. നമ്മുടെ അവിടെ കിട്ടുന്ന മൈദയുടെ ഹലുവ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു മുറുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ പൊരി 6 നമ്പർ മുറുക്ക്, ഇതൊക്കെ ഇങ്ങനെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുക എന്നുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൂരത്തിൻ്റെ സമയത്ത് കിട്ടുന്ന ഹലുവയ്ക്ക് ഒരു പ്രത്യേക തരം തന്നെ ടേസ്റ്റ്. ഇതെല്ലാം നമ്മൾ മുംബൈക്ക് കൊണ്ടുപോകാൻ വാങ്ങിയതാണ്. ഇതിൽ എത്ര മുംബൈയിൽ എത്തും എന്നുള്ളതിലേ സംശയമുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തന്നെ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതേ കിട്ടിയ സംഭവം എന്താ അറിയോ, കുമ്പിളപ്പം. അമ്പലത്തിൽ പോയി വന്ന് നല്ല ദോശയും ചട്നിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ ശോഭല്യമട അവിടെ നല്ല കുമ്പിളപ്പം. രമേശേട്ടൻ്റെ ഫേവറേറ്റ് അല്ലേ കുമ്പിളപ്പം. ഇന്നൊരു മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യണോ ആയി, അല്ലെങ്കിൽ നമ്മളെപ്പോൾ വന്നാലും മഴ നമ്മളെ കാണിച്ചു തരൂല്ലേ. മെയിലാണെങ്കിൽ മെയിൽ, മാർച്ചിലാണെങ്കിൽ മാർച്ചിൽ കൊള്ളാം. അപ്പം നമ്മളിത് ഈവനിങ് ആയപ്പോൾ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ KRലൊന്ന് പോവാണ്. കൂറ്റനാട് നമ്മുടെ സ്വന്തം KRലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകണം. അപ്പം നമ്മളെപ്പോഴും പോകുന്ന വഴിയാണ് ഈ തണ്ണീർക്കോട്. അപ്പം ഞാനിവിടെ നിർത്തി. പിന്നെ രമേശേട്ടന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. ഏതാണ് ഈ സിനിമ? അയ്യോ പറയോ. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തട്ടാൻ ഭാസ്കരന്റെ സിനിമ. യെസ്, മഴവിൽ കാവടി അല്ലെ. പൊന്മുട്ട ഇടുന്നത് അറിയോ? അതെന്താ കാരണം അറിയോ, മഴവിൽ കാവടി ഇവിടെയായിരുന്നു രജിസ്റ്റർ ഓഫീസ്. അതിന് ഇവിടെ മഴവിൽ കാവടി എന്ന് പറഞ്ഞ ആലിന്റെ പേരൊക്കെ അതാക്കി. പെട്ടെന്ന് അതങ്ങനെ വായിച്ചപ്പോൾ അത് പൊന്മുട്ട ഇടുന്ന തറവ് മഴവിൽ കാവടി ഇവിടെയായിരുന്നു. അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഓടി വരാൻ ഒക്കെ നോക്കിയില്ലേ. പൊന്തന്മാടെ പിന്നെ അപ്പുറത്തായോണ്ട് അപ്പൊ എനിക്ക് ഇതിങ്ങനെ എടുത്തു വെക്കാൻ കാരണം ഇത് പണ്ടത്തെ അതേപോലെ പക്ഷെ ഓൾമോസ്റ്റ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി.
പണ്ട് മാമുക്കോയ പറയേണ്ടത് ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു, പക്ഷെ ഇപ്പൊ ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞു മാമുക്കോയ അന്ന് പറഞ്ഞത് ഇന്നാണ് സംഭവിക്കുന്നത്. നാടാണീനോ. അപ്പോൾ തട്ടാൻ ഭാസ്കരന്റെ വീടൊക്കെ ഇപ്പൊ റിനോവേറ്റ് ചെയ്ത് വേറെ തരത്തിലായി. അല്ലെങ്കിൽ നമ്മളത് കാണിച്ചിരുന്നു പശു പറഞ്ഞ ഓടില്ലേ, ഞങ്ങൾ നടന്നു വന്നിരുന്ന വഴിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും എടുക്കാം, നിങ്ങളെയും കൂടെ കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, എനിക്ക് അറിയാം. രമേശേട്ടനേക്കാളും ബോറടിച്ചിട്ടാവും നിങ്ങളിരിക്കുന്നത്. ദൈവമേ, സ്വപ്നം വന്നു, മഴവിൽക്കാവടി പൊന്മുട്ട ഇടുന്ന താറാവ്. നാളെ ഞാൻ മനസ്സിലക്കരെ കാണിക്കാം കേട്ടോ. ഇവരെങ്ങനെ വെറുപ്പിക്കും. അപ്പൊ ഇങ്ങനെ ചുമ്മാ എടുത്തു വെക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൂടെ ഇങ്ങനെ പോവാണേ. അല്ല, എനിക്ക് തോന്നി, കാരണം അടുത്ത പ്രാവശ്യം ചിലപ്പോ വരുമ്പോഴേക്കും ഇതുണ്ടത് പൊളിഞ്ഞു. ഒരു സങ്കടം, ഇങ്ങനെ കാണുമ്പോ ഒരു സങ്കടം. അപ്പൊ അതിനു വേണ്ടി എടുത്തു വെച്ചതാ. പത്തനംതിട്ടക്കാട് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ മാമുക്കോയ പറഞ്ഞ സത്യം, ഇതേ ടീച്ചർ ഡാൻസ് ക്ലാസ് എടുത്തൊക്കെ ചായക്കട ഇടിഞ്ഞു പൊളിഞ്ഞു വീണു അല്ലേ. പാർവതി ഡാൻസ് സ്കൂൾ അതായിരുന്നില്ലേ? ടീമിന്റെ അടക്കം പേര് നോക്കി ഇവിടെ മഴവിൽ കാവടി. പൂരത്തിന്റെ വേങ്ങശ്ശേരിക്കാവ് പൂരം നമ്മുടെ അവിടെ നിന്ന് പോയ പോലെ ഇവിടുന്ന് ഞാൻ പറഞ്ഞേ 3-4 സ്ഥലങ്ങളിൽ നിന്നാണ് പൂരം പോവാ. ഇതൊക്കെ നമ്മൾ കണ്ടു ഓർമ്മല്ലേ? ഇവരല്ലേ ഈ നാടൻ കലാരൂപങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ? ഇത് ഈ ഒരു ആളിന്റെ പേരും മഴവിൽ കാവടി എന്നാണ്. അതെന്താ പൊന്മുട്ടയിടുന്ന താറാവെന്ന് എഴുതാതിരുന്നത്? പൊന്മുട്ടയിടുന്ന താറാവ് ഒരു പൂര കമ്മിറ്റി പറ്റുമോ സൊപ്പോ? പൊന്മുട്ടയിടുന്ന താറാവ് പൂര കമ്മിറ്റിയോ? കഷ്ടം. ഇതല്ലേ അതിന് മാച്ച് ആവണത്, മഴവിൽ കാവടി പൂരാഘോഷ കമ്മിറ്റി. സംഭവം അടിപൊളിയായി. എന്തായിരുന്നു പൂരല്ലേ? സൊപ്പു, ഇനി ആ കഥയും കൂടി ഒന്ന് പറഞ്ഞാലോ? അതെ, ഒന്നും കൂടി തള്ളാൻ. നീ തള്ളി 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 ഈ കട ഒരു വിധം പൊളിഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ അതും കൂടി വേണിച്ചൊന്ന് തള്ളാൻ. അല്ല, ആ പൊന്മുട്ട താറാവില് ആ കുട്ടിയായിട്ട് സൊപ്പുനി ചെറിയ കുട്ടിയാകുമ്പോ അത് ഉറപ്പില്ല, അത് വെറുതെ പറയട്ടെ. അതിന്റെ അച്ഛ തള്ളിയതാണോ സംശയമായിട്ട്. അതെന്താ വെച്ചാൽ അതിലെ കുട്ടിയായിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പൊ അന്ന് അച്ഛൻ എങ്ങനെ ഇരുന്ന് പറയണ്ടായിരുന്നു, അന്ന് ചോദിച്ചതാണെന്ന്. സിനിമ നടിയായിരുന്നു അച്ഛനിരുന്ന് തല്ലണ്ടായിരുന്നു. മകള് ഇവിടെ ഇരുന്നിട്ട് കടയും. അല്ല, ആക്ച്വലി രമേശേട്ടൻ പറഞ്ഞു, ദൈവമേ അന്ന് ഇവിടെ ആവാത്തന്നാ, ഇന്നാ പിന്നെ എല്ലാ പ്രാവശ്യം ഇതിനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര തള്ളിമറിച്ചേരെ. ഇതാണ് കൂറ്റനാട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ കൂറ്റനാട് പട്ടാമ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അവിടേക്ക് പോവാണ്. ബസ് സ്റ്റാൻഡിലാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഈ KR എന്ന്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് കേട്ടോ. നമ്മുടെ തണ്ണീർക്കോട് റോഡിനുള്ള ബസ് സ്റ്റാൻഡിലും അവരുടെ ഒരു ഇതുണ്ട്. അതല്ലാതെ നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിൽ, ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുള്ള അവിടെയുണ്ട്. KR ബേക്ക് ഹൗസ് ആണ്. KR ബേക്കറിയും KR ബേക്ക് ഹൗസും രണ്ടാണ്. ഇത് കൂറ്റനാടും പടിഞ്ഞാറങ്ങാടിയാണ്. ഇപ്പം എൻ്റെ അറിവിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ സ്ഥിരം വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം ഉണ്ടല്ലോ, പല ഹോട്ടലിലും ഒരു സാധനവും ഇല്ല, പല സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്, പല സാധനങ്ങളും മെനു തന്നെ അവർ കട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്രാവശ്യം സങ്കടകരമായൊരവസ്ഥ. എന്നാലും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്. ഞാൻ വന്നത് ഫലൂദ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫലൂദ, ഇതാണ് ഫലൂദ മക്കളെ, ഫലൂദ. അതും KR ബേക്ക് ഹൗസിലെ ഫലൂദയും ഫ്രൂട്ട് ബേയിലെ ഫലൂദയും, ഈ രണ്ട് KR ബേക്ക് ഹൗസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഫ്രൂട്ട് ബേയിലെ ഫലൂദയും ആണ് എനിക്ക് നാട്ടിൽ നിന്ന് പോലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫലൂദ എന്ന് പറയുന്നത്. കണ്ട തൊപ്പിക്കോടയൊക്കെ വെച്ചിട്ട്. അച്ഛനും ഇതിൻ്റെ സ്വന്തം ആളാണ് കേട്ടോ. രമേശേട്ടനാണെന്നുണ്ടെങ്കിൽ എഗ് പബ്സ്. രമേശേട്ടൻ എഗ് പബ്സിൻ്റെ ആളാരും കൈവശം കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. ഞാനും അച്ഛനും ഒക്കെ ഫലൂദയുടെ ആളാണ്. അച്ഛനാണ് ഈ ഫലൂദ വാങ്ങിയത്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്യട്ടെ ഏതാറ് പച്ച പറയും, മതി ഇങ്ങോട്ട് കൊണ്ട് എനിക്ക് കഴിക്കണം എന്നുള്ളത്. അമ്മ പിന്നെ എന്താണ്, മുട്ട ബജ്ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു. രമേശേട്ടൻ എഗ് പബ്സ്, അത് ഇവിടെ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. എന്നിട്ട് അവരുടെ മറ്റേ ഫ്രാഞ്ചൈസിയിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ എഗ് പബ്സും. അതുപോലെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. എഗ് പബ്സും അതുപോലെ തന്നെ എന്താണ് ലൈം ജ്യൂസ്, ചിക്കു ഷേക്ക്, ഷാർജ ഷേക്കോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ രമേശേട്ടൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗായിരുന്നു. എനിക്ക് തന്നെ കാണാൻ വേണ്ടി എടുത്തു വെച്ചൊരു വ്ളോഗാണ്. കൂട്ടത്തിൽ നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത് ഇടാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.